ഫാമിലി ലൈഫും എഡ്യൂക്കേഷനുള്ള സാധ്യതകളും. ഞാൻ രാവിലെ ഇവളെ കിൻഡർഗാർട്ടനിൽ കൊണ്ടുവിടാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പോയിന്റിലോട്ട് കിടക്കാം. ഗൾഫിനെ വെച്ച് നോക്കുമ്പോൾ ഫാമിലി ലൈഫിൻ്റെ ക്വാളിറ്റി ജർമ്മനിയിൽ കുറച്ച് കൂടുതലായിരിക്കും. അതിന് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഇനി ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ പേരൻ്റൽ ലീവ് ഗൾഫിൽ മാക്സിമം 1 മാസമായിരിക്കും. ജർമ്മനിയിൽ അത് 2 വർഷം വരെ പെയ്ഡ് മെറ്റേണിറ്റി ലീവ് കിട്ടും, പെയ്ഡ് പേരൻ്റൽ ലീവ് കിട്ടും. പിന്നെ നമ്മുടെ കൊച്ചിൻ്റെ ഫാദറിനും പെയ്ഡ് പേരൻ്റൽ ലീവ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഗൾഫിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്കൊന്ന് വയ്യെങ്കിൽ നമ്മൾ സിക്ക് ലീവ് അതിപ്പോൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എടുക്കും. പക്ഷേ കൊച്ചിനൊന്ന് പനിയാണെങ്കിൽ ഈച്ച് പേരൻറ്റിന് 15 ദിവസം വരെ പെയ്ഡ് സിക്ക് ലീവ് എടുക്കാനുള്ള ഓപ്ഷൻ ജർമ്മനിയിലുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ജർമ്മനിയിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഗൾഫിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ ചിലവ് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ ജർമ്മനി ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ.